മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. എത്ര നല്ലവനീശു പരൻ, മിത്രമാണെനിക്കെന്നുമവൻ. എത്ര നല്ലവനീശു പരൻ, മിത്രമാണെനിക്കെന്നുമവൻ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 34 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം, യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിൻ്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ടവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദിയ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിൽ തൂക്കി കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻപ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്ന് കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പത്രോസിന് ഒരു പ്രത്യേക ദർശനം ഉണ്ടാകുന്നു. അതേസമയത്ത് കൊർന്നല്യോസിന് ഒരു ദൂതൻ്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നു. ദൂതൻ സുവിശേഷം പറയുന്നില്ല. കാരണം ദൂതന് സുവിശേഷം പറയാൻ ഒന്നാമത് അധികാരമില്ല, രണ്ടാമത് ദൂതന്മാരെ രക്ഷിക്കാനല്ലല്ലോ യേശു മരിച്ചത്, മൂന്നാമത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്കൊരു പാക്കേജുണ്ട്. അവർ സ്നാനപ്പെടണം, സഭയോട് ചേർന്ന് തിരുവത്താഴമൊക്കെ കഴിച്ച് കർത്താവിനെ ആരാധിക്കുകയും സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുകയും ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കുകയും ഒക്കെ വേണം. ദൂതന്മാർക്ക് രഹസ്യമായിട്ട് ആളുകളോട് സുവിശേഷം പറയാനൊക്കെ സാധിക്കും, പക്ഷേ ബാക്കി കാര്യങ്ങൾ സാധിക്കുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സഭയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദൈവദാസന്മാരോട് ബന്ധപ്പെട്ട് മാത്രമേ ആളുകൾക്ക് ഇതിൻ്റെ ഗുണഭോക്താക്കളാകാനായി സാധിക്കുകയുള്ളൂ. എന്തിന്? പൗലൂസിന് യേശു ദർശനം നൽകിയെങ്കിലും യേശുവിനോട് പൗലൂസ് സുവിശേഷം പറഞ്ഞില്ലല്ലോ. നീ പട്ടണത്തിലേക്ക് ചെല്ലുക, അവിടെ ആൾ വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അനന്യാസിനോട് ദൈവം പറയുന്നു, നീ നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ പൗലൂസിനെ അന്വേഷിക്കുക, അവനോട് സുവിശേഷം പറയുക. പൗലൂസാണ് സുവിശേഷം പറയുകയും പൗലൂസിനോട് അനന്യാസാണ് സുവിശേഷം പറയുകയും അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുകയും ചെയ്തത്. ഇവിടെ പൗലൂസിന് മനസ്സിലായി പുറജാതിയോട് സുവിശേഷം പറയണം, അല്ലാതെ യഹൂദന്മാരോട് മാത്രം അല്ല. യേശുവിൻ്റെ അന്ത്യനിയോഗത്തിലും അതുണ്ടല്ലോ. നിങ്ങൾ പുറപ്പെട്ട ആദ്യം യെരുശലേമിലും പിന്നെ യഹൂദയിലും പിന്നെ ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം. അപ്പോൾ തീർച്ചയായിട്ടും ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സകല ജാതികളോടും എന്ന് പറയുന്നത് പുറജാതികളുടെ കാര്യമാണ്. പക്ഷേ പൗലൂസ് ഇതുവരെ പ്രജാതിയുടെ വീട്ടിൽ പോവുകയോ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല.
കാരണം പ്രജാതികൾ പണ്ട് മുതലേ ശപിക്കപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് നോഹയുടെ മകനായ ഹാം നിമിത്തം ഒരു ശാപം ഒരു കൂട്ടം ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ഇതുവരെ പ്രജാതികളോടാരും സുവിശേഷം പറഞ്ഞിട്ടില്ല. പക്ഷേ അത്ഭുതകരമായൊരു വഴിയിലൂടെ, ദർശനത്തിലൂടെ ഞാനവരെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്, ഞാനവരെ അംഗീകരിച്ചിരിക്കുകയാണ്, നീ പറയണം എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ കൊർന്നേല്യോസ് അയച്ച ആളുകൾ വന്നു. പത്രോസ് അവരോടുകൂടെ പോയി. പത്രോസ് അവരോട് പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ദൈവം എന്നോട് അത്ഭുതകരമായിട്ട് ഇടപെടുവാൻ ഇടയായി. കർത്താവായ യേശുക്രിസ്തു ലോകത്തെ രക്ഷിക്കാനാണ് വന്നത്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. കർത്താവായ യേശു യെരുശലേമിലും അല്ലെങ്കിൽ യഹൂദ്യയിലും ശമര്യയിലും അങ്ങ് ഇസ്രായേൽ നാട്ടിലാണ് പ്രവർത്തിച്ചത് എങ്കിലും ധാരാളം അത്ഭുതങ്ങൾ താൻ ദൈവമാണ്, ദൈവത്തിൻ്റെ മശിഹയാണ് എന്ന് ആളുകൾക്ക് ബോധ്യമാകുമാറ് പ്രവർത്തിച്ചെങ്കിലും അവർക്കത് വിശ്വാസമായില്ല. അവർ യേശുവിനെ മരത്തിൽ തൂക്കിക്കൊന്നു. എന്നാൽ പിതാവായ ദൈവം യേശുവിനെ താൻ പറഞ്ഞതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു. യേശു ഞങ്ങളോടുകൂടെ ജീവിച്ചു. അതിനുശേഷമാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. അതുകൊണ്ട് കർത്താവായ യേശു സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ഞങ്ങളോട് പറഞ്ഞത് ഇതാണ്, നിങ്ങൾ ഈ സുവിശേഷം സകലരോടും പ്രസംഗിക്കണം. എന്താണ്? ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ യേശുവാണ് എന്ന് പ്രസംഗിച്ച് സാക്ഷീകരിക്കണം എന്നാണ് പറഞ്ഞത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും. ഇവിടെ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞു, നീ ആരുടെ പാപം നിർത്തുന്നു അവർക്ക് നിർത്തപ്പെട്ടിരിക്കും, ആർക്ക് മോചിക്കുന്നു അവർക്ക് മോചിപ്പിക്കപ്പെട്ടിരിക്കും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. പക്ഷേ ഇതേ കാര്യം കർത്താവ് പിന്നീട് ശിഷ്യന്മാരോടും പറയുന്നുണ്ട്. മത്തായി 16 പത്രോസിനോടാണ് പറയുന്നതെങ്കിൽ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ എല്ലാ ശിഷ്യന്മാരോടും കർത്താവ് അത് പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവമായി, യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ മെശിഹയായിട്ട് വിശ്വസിക്കുന്ന ഏതൊരാൾക്കും സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുണ്ട്, അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാനുള്ള അധികാരമുണ്ട്. അവരുടെ വാക്കുകളാലാണ് ആളുകൾ രക്ഷിക്കപ്പെടുന്നത്. യേശുവിൻ്റെ മഹാപുരോഹിതർ പ്രാർത്ഥനയിൽ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പറയുന്നത്, ഇവരുടെ വാക്കുകളാൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നുവെന്നാണ്, അല്ലാതെ പത്രോസിൻ്റെ വാക്കുകളാൽ എന്നല്ല. പത്രോസിന് പാപമോചനത്തിൻ്റെ അധികാരമുണ്ട് എന്ന് ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്. പത്രോസ് മരിച്ചു പോയല്ലോ, അപ്പോൾ പത്രോസ് കൈവച്ചാക്കിയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ അവർ ഇങ്ങനെ ഓരോരുത്തരെ കൈവച്ച് പട്ടത്വം നൽകി പാപമോചനത്തിനുള്ള അധികാരം നൽകുകയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ പത്രോസ് ഇവിടെ പറഞ്ഞത്, പിന്നെ എന്നോട് ദൈവം എല്ലാവർക്കും പാപമോചനം കൊടുക്കാൻ പറഞ്ഞു എന്നല്ല, അവൻ്റെ നാമത്തിൽ പാപമോചനമുണ്ട്, അത് പ്രസംഗിക്കാനാണ് ഞങ്ങളോട് പറഞ്ഞത്. അതാണ് പത്രോസ് കൊർന്നേല്യോസിൻ്റെ വീട്ടിൽ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. യേശു എല്ലാവർക്കും വേണ്ടി നരകം അനുഭവിച്ചു, എല്ലാവരുടെയും നരകശിക്ഷ ഏറ്റു, യേശുവിലാണ് രക്ഷ എന്നുള്ള കാര്യം പത്രോസ് കൊർന്നേല്യോസിൻ്റെ വീട്ടിൽ പറയുകയാണ് ഉണ്ടായത്. അവൻ്റെ നാമത്തിൽ, നാമമെന്ന് പറഞ്ഞാൽ ദൈവത്വമാണ്, അവൻ്റെ ദൈവത്വം വിശ്വസിക്കുന്ന ആളുകൾക്കാണ് പാപമോചനം ഉണ്ടാകുന്നത് എന്ന് പത്രോസ് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും യേശുവിൻ്റെ കൽപ്പന അനുസരിച്ചും കൊർന്നേല്യോസിൻ്റെ വീട്ടിൽ പറയുകയാണ്. അത് സത്യയോടെ കേട്ട ആളുകൾക്കാണ് വിശ്വാസമുണ്ടായത്. പ്രിയപ്പെട്ടവരെ, പാപമോചനം കൊടുക്കാനായിട്ട് പത്രോസിനാകട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിന് അവകാശമില്ല. എല്ലാവരും ചെയ്യേണ്ടത് യേശുവിൻ്റെ സുവിശേഷം, നമുക്കായി യേശു നരകം അനുഭവിച്ച ആ സുവിശേഷം, രക്ഷാമാർഗം ഒരുക്കിയ ആ കാര്യം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ്. ഏകൻ അവിശ്വസിച്ചതിനാലാണ് മനുഷ്യർ പാപികളായത്.
അതിനാൽ വിശ്വാസത്താലാണ് പാപമോചനം. ഏകൻ്റെ അനുസരണക്കേടിനാലാണ് ആളുകൾ പാപികളായത്. അതുകൊണ്ട് നാം യേശു എന്ന ഏകൻ്റെ അനുസരണത്താൽ പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് കുരിശിൽ യാഗമായതിനാൽ അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് പാപമോചനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പത്രോസിനെ പോലെ ഈ സുവിശേഷം ആളുകളെ അറിയിക്കുവാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ. അത് കൊർന്നല്യോസും കുടുംബവും വിശ്വസിച്ചതുപോലെ യേശുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം ഏവർക്കും ഭാഗ്യം നൽകട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഏതൊരു ഖേദവും വരികിലുമെന്റെ യേശുവിൽ